ദൈവത്തിന് സ്തോത്രം. വേണ്ടിവരുന്നവനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിയ വേളയിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സായാഹ്നത്തിലുമായിരിക്കുവാനും കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാനും ദൈവശക്തി അളവ് കൂടാതെ അനുഭവിക്കുവാനും ഒരുക്കപ്പെട്ട നല്ല അവസരത്തിനായി ആ അവസരത്തിൽ സന്തോഷിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഈ നല്ല വൈകിയ വേളയ്ക്കായി ദൈവസാന്നിധ്യം അളവ് കൂടാതെ അനുഭവിക്കുന്ന സ്തുതി മുഖരിതമായ അന്തരീക്ഷത്തിനായി ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. സ്തുതികളിൽ വസിക്കുന്നവനെ സർവശക്തനായ ദൈവത്തെ നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഈ നല്ല വൈകിയ വേളയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങയുടെ നാമം ഉയരുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ ആരാധിക്കുവാൻ തക്കവണ്ണം ഈ വൈകിയ വേളയിലും കൂട്ടിവരുത്തിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അത്യുന്നതനെ മഹാപരിശുദ്ധനെ സർവശക്തനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ നല്ല കർത്താവിനെ ഈ വൈകിയ വേളയിൽ ഒരിക്കൽ കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ സ്തുതിക്കുവാൻ മടിയില്ലാത്തവർ, ആരാധിക്കുവാൻ കൊതിയുള്ളവർ, ആരാധന പ്രിയനായ സർവശക്തനായ ദൈവത്തിന് സ്തുതി കൊടുത്താട്ടെ, അവന് മഹത്വം കൊടുത്താട്ടെ, ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തിയാട്ടെ. നന്ദി യേശുവേ, നന്ദി രാജാവേ, നന്ദി കർത്താവേ, നന്ദി രാജാവേ. പട്ടണം കുലുങ്ങുമാറ്, ദേശം അറിയുമാറ്, സ്വർഗം തുറക്കുമാറ്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പട്ടണം കുലുങ്ങുമാറ്. ഓ റിധാരക്ഷക ഹൃദയ ശന്താരകന ദീപൽ ബൗഡ ശന്തോരകന ദേശമറിയുമാറ്, ദേശമറിയുമാറ്, ദേശമറിയുമാറ് സർവശക്തനായ ദൈവത്തെ ഈ നല്ല പകലിലും കാര്യങ്ങളെ തട്ടി, കാര്യങ്ങളെ തട്ടി ആരാധന കൊടുത്താട്ടെ. ആരാധന പ്രിയനായവന് സർവശക്തനായ ദൈവത്തിന് സ്തുതികളിൽ വസിക്കുന്നവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സറാബുകൾ ആരാധിക്കുന്ന ദൈവത്തെ, ദൈവം പരിശുദ്ധൻ 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 എന്നാർക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഇടിമുഴക്കം പോലെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഓ സ്തോത്രം, സ്തുതിയും സ്തോത്രവും ഉയരുമ്പോൾ ആ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയമക്കൾ ഇടിമുഴക്കം പോലെ, ഇടിമുഴക്കം പോലെ സർവശക്തനായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി ഈ നല്ല വൈകിയ വേളയിൽ ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന രാജാവേ. ഈ നല്ല സമയത്തും അങ്ങയുടെ നാമം മാത്രം ഉയരട്ടെ. അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം സർവശക്തൻ. അങ്ങയുടെ നാമം മാത്രം ഈ പട്ടണ മധ്യത്തിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഉയരുന്ന കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ ഞായറാഴ്ച വൈകിയ വേളയിൽ ഒരുമിച്ചായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ ഈ വൈകിയ വേളയിൽ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നമ്മെ അനുഗ്രഹിക്കുവാൻ മനസ്സുള്ളവന്റെ അടുക്കൽ, ആമേൻ, കഴിവുള്ളവൻ മാത്രമല്ല, നമ്മുടെ കർത്താവിന് നമ്മെ അനുഗ്രഹിക്കുവാൻ മനസ്സുണ്ട്. കഴിവുള്ളവർ ഒത്തിരി പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒറ്റ നിമിഷം ഒത്തിരി പേരുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഇന്ന വ്യക്തി വിചാരിച്ചിരുന്നുവെങ്കിൽ, ഇന്ന വ്യക്തി സ്തോത്രം ഒന്ന് കരുതിയിരുന്നുവെങ്കിൽ, ഇന്ന വ്യക്തി ഒന്ന് മനസ്സലിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ. ആമേൻ. അതൊരു പക്ഷേ ഒരു തൊഴിലായിട്ടായിരിക്കാം, സാമ്പത്തികമായ ഒരു സപ്പോർട്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ഒരു നന്മയായി ഒരു വ്യക്തി വിചാരിച്ചിരുന്നുവെങ്കിൽ, നമ്മൾ അറിയുന്ന കഴിവുള്ള ഒരു വ്യക്തി വിചാരിച്ചിരുന്നുവെങ്കിൽ. എന്നാൽ കഴിവുള്ളവരുണ്ട്, വിചാരിക്കുവാൻ മനസ്സില്ല. എന്നാൽ നമ്മുടെ കർത്താവിന് കഴിവ് മാത്രമല്ല, മനസ്സലിവുമുണ്ട്. അതെ, നിന്നെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവിന് മനസ്സുണ്ട്. വെറുതെ അനുഗ്രഹിക്കുവാനല്ല, സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ. ഈ രാത്രി ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്താൽ സമൃദ്ധിയായി സമൃദ്ധിയായി ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഓ സ്തോത്രം വിശ്വാസത്തോടെ ആയിരിക്കുന്നവർ ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഈ രാത്രി എൻ്റെ അനുഗ്രഹത്തിന്റെ രാത്രി. ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്. അതേ, എനിക്ക് പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ട്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ ആഗ്രഹത്തെ ഏറെ വിലമതിക്കുന്ന, നിന്റെ ആഗ്രഹത്തിന് വില കൽപ്പിക്കുന്ന ഒരു നല്ല കർത്താവിന്റെ സന്നിധിയിൽ അതേ നീ ആയിരിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ. ഇന്ന് നിന്നെ
അനുഗ്രഹിച്ചിട്ടല്ലാതെ ദൈവം വിടത്തില്ല. ആമേൻ, സ്തോത്രം. പഴയ നിയമത്തിൽ നമുക്കറിയാം, യാബോക്കിന്റെ കടവിങ്കൽ ആമേൻ ദൈവത്തോട് മല്ല് പിടിക്കുന്ന ഭക്തനായ യാക്കോബിനെ. എവിടെയാണ് നിങ്ങൾ അത് കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്? പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ ദൈവത്തോട് ഭക്തൻ മല്ല് പിടിക്കുകയാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ സ്തോത്രം ഞാൻ നിന്നെ വിടുകയില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കഥ മാറുകയാണ്, സീൻ മാറുകയാണ്. ആമേൻ, ദൈവം തന്റെ ഭക്തനെ ചേർത്ത് പിടിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ല. ആമേൻ, നീ അനുഗ്രഹം പ്രാപിച്ചിട്ടല്ലാതെ നിന്നെ വിടത്തില്ല. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്റെ ദൈവം വിടത്തില്ല. ആമേൻ, അവന്റെ നാമത്തിൽ നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ നാമത്തിൽ നീ പഴികേട്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ നാമത്തിൽ നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ നാമത്തിൽ നീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവന്റെ നാമം ചൊല്ലി നീ നിന്ന സഹിച്ചിട്ടുണ്ടെങ്കിൽ, കേൾക്ക്, നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്റെ ദൈവം നിന്നെ വിടത്തേ ഇല്ല. ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ഈ വൈകിയ വേളയിൽ പറയട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സാഹചര്യം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആമേൻ, സാഹചര്യം അനുകൂലമായി തീരട്ടെ എന്നിട്ട് ഞാനൊന്ന് നോക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പിന്നെയോ നോക്കൂ, യോഹന്നാൻ, സ്തോത്രം, യോഹന്നാൻ എന്ന സ്നാപകൻ, സ്തോത്രം, യോഹന്നാൻ എന്ന അപ്പോസ്തലൻ, ആമേൻ, സ്തോത്രം, പത്മോസിന്റെ ദ്വീപിലായിരിക്കുന്ന അനുഭവം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലം കഴിഞ്ഞപ്പോൾ, സ്തോത്രം, ഭയങ്കരമായൊരു ഉണർവ് യോഹന്നാനിലൂടെ പൊട്ടി പുറപ്പെടുകയുണ്ടായി. അത് കണ്ട് ഭയന്ന, സ്തോത്രം, ചക്രവർത്തിമാർ അത് കൂട്ടം കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് പത്മോസിൽ ഏകാന്ത തടവിനായി അയച്ചു. ആമേൻ, സ്തോത്രം, പത്മോസിൽ ഏകാന്ത തടവിനായി അയച്ചു. അവർ അയച്ചപ്പോൾ, പത്മോസിലേക്ക് യോഹന്നാനെ കയറ്റിവിട്ടപ്പോൾ അവർ ചിന്തിച്ചത് ഇவ்விധത്തിലായിരിക്കണം. ആമേൻ, ആളില്ലാത്ത കഴുകന്മാർ മാത്രമുള്ള. എന്തിനു വേണ്ടിയാണ് കഴുകന്മാർ വരുന്നത്? ശവം തിന്നുവാൻ വേണ്ടി വരുന്ന, നാട് കടത്തപ്പെടുന്ന കുറ്റവാളികൾ, നാട് കടത്തപ്പെടുന്ന ചക്രവർത്തിമാർക്ക് ഇഷ്ടമില്ലാത്തവർ, വിശന്ന് മരിച്ച് അവരുടെ ശവം തിന്നാൻ വേണ്ടി കടന്നു വരുന്ന കഴുക് മാത്രം ഉള്ള സ്ഥലത്ത്, ക്രൂര മൃഗങ്ങൾ മാത്രമുള്ള സ്ഥലത്ത്, ശവം തീനികൾ മാത്രമുള്ള സ്ഥലത്ത് എന്താണ് ഇവനിൽ നിന്ന് പുറത്തു വരുവാനുള്ളത്? ആമേൻ, ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായിരിക്കുന്ന അതേ സാഹചര്യമാണ്. കഴുകുകൾ വട്ടം കൂടുന്നുണ്ട്, കൊത്തി പറിക്കുവാൻ വേണ്ടി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്നെ കൊത്തി പറിക്കുന്നുണ്ട്. സാഹചര്യം അനുകൂലമെങ്കിൽ പലപ്പോഴും സ്തോത്രം, ആമേൻ, ശവമായി തീർന്നോ എന്നറിയുവാൻ നോക്കുന്നത് പോലെ പലരും കഴുക്കൻ കൂട്ടങ്ങളായി നോക്കി നിൽപ്പുണ്ട്, ഹിംസജന്തുക്കളായി കീറി മുറിക്കുവാൻ കാത്തിരിപ്പുണ്ട്. ആമേൻ, സ്തോത്രം, നിലവിളിച്ചു പോകുന്നുണ്ട്. അയ്യോ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഈ അവസ്ഥയിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഇവിടെ എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ. പത്മോസിന്റെ ഏകാന്തതയിലും പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെട്ട അനുഭവത്തിലും സ്വർഗം തുറന്ന് സർവശക്തനായ ദൈവം യോഹന്നാന് വേണ്ടി ഇറങ്ങി വന്നു എങ്കിൽ, ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്റെ സാഹചര്യം ഒട്ടും അനുകൂലമല്ലാതിരിക്കുമ്പോഴും, കഴുക്കന്മാർ ചുറ്റും വട്ടമിട്ട് പറക്കുമ്പോഴും, അതിന് മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. കൊത്തി പറിക്കുവാൻ കാത്തു നിൽക്കുന്നവരുടെ മധ്യത്തിൽ, അതേ, നീ ചത്ത് കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ, നിന്റെ ശവം തിന്നുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പത്മോസിൽ ഇവൻ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ച അതേ ആ സിംഹാസനത്തെ ഇളക്കുവാൻ തക്കവണ്ണം സഭയ്ക്കുള്ള ദൂതുമായി ഇറങ്ങി വന്ന ദൈവം ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ ദേശം വിടുവിക്കപ്പെടുവാൻ, നിന്റെ കുടുംബം വിടുവിക്കപ്പെടുവാൻ, നീ ആയിരിക്കുന്ന പത്മോസിന്റെ അനുഭവത്തിൽ എന്റെ യേശു ഇറങ്ങി വരും. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ചില ചക്രവർത്തിമാരുടെ അടിസ്ഥാനങ്ങൾ ഇളക്കുന്ന, ചില നിയമങ്ങളെ മാറ്റി എഴുതുന്ന, ദേശങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ അടിയോടെ തൂത്തെറിയും വിധത്തിൽ സ്തോത്രം, സഭ പണിയപ്പെടുന്ന ആലോചനയുമായി സർവശക്തനായ ദൈവം, അഗ്നി ജ്വാലയ്ക്കത്തുള്ള കണ്ണോട് കൂടിയവൻ, കാലുകൾ വെള്ളോട്ടിന് സമമായവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സംസാരിക്കുന്ന സർവശക്തനായ ദൈവം നീ ആയിരിക്കുന്ന പത്മോസിന്റെ അനുഭവത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, എന്റെ ദൈവം ഇറങ്ങി വരിക. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ.
ആമേൻ. സ്തോത്രം. എനിക്കറിയത്തില്ല, കഴുകിൻ കൂട്ടങ്ങളെ കണ്ട് ഭയന്നായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. കഴുക്, ഓ സ്തോത്രം, ഒരു അകലം വിട്ട് പറന്നുകൊണ്ടേയിരിക്കും. ആമേൻ. സ്തോത്രം. കഴുക് ഒരു അകലം വിട്ട് പറന്നുകൊണ്ടേയിരിക്കും. അത് ലക്ഷ്യം വെക്കുന്ന, അതിനിരയായി തീരേണ്ട ആ ജീവി മരിച്ചോ എന്ന് അറിയുവാൻ വേണ്ടി, അതിന്റെ ശ്വാസം നിലച്ചോ എന്ന് അറിയുവാൻ വേണ്ടി. ആമേൻ. സ്തോത്രം. ഓ സ്തോത്രം. ജീവൻ പോയാൽ കഴുക് പാറി വീഴും. ആമേൻ. സ്തോത്രം. അതിനെ കൊത്തി വലിക്കും. ആമേൻ. അவ்விധത്തിൽ കഴുകിന്റെ കൂട്ടങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. നിന്റെ അനക്കം തീർന്നോ? ഓ സ്തോത്രം. നീ തീർന്നോ? നീ ഒതുങ്ങിയോ? നീ ഇല്ലാതായി തീർന്നോ? നിന്റെ പ്രാർത്ഥന തീർന്നോ? നിന്റെ ആരാധന തീർന്നോ? ഓ സ്തോത്രം. നിന്റെ നിലവിളി തീർന്നോ? ആമേൻ. നീ മതിയാക്കിയോ? കേൾക്ക്, ആ കഴുകിൻ കൂട്ടങ്ങൾക്ക് മധ്യത്തിൽ സ്വർഗം തുറന്ന് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഇന്ന് ഈ വൈകവേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ആ കഴുകിൻ കൂട്ടത്തിന് കൊത്തിപ്പറിക്കുവാൻ എന്റെ ദൈവം നിന്നെ ഇട്ട് കൊടുക്ക. ഓ ആമേൻ. കൊത്തിവലിക്കുവാൻ, നിന്നെ കൊത്തിവലിക്കുവാൻ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പത്മോസിൽ ഇറങ്ങി വന്നവൻ ഒരു കാലഘട്ടത്തെ മാറ്റി. ഓ റാധിയ ഷഖാറതരെ ഷന്ധാരകന, ചക്രവർത്തിമാരുടെ ഇഷ്ടങ്ങളെയും ആലോചനയും തകർത്തുകൊണ്ട് ഇറങ്ങി വന്ന ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം ഇന്ന് ഈ വൈകവേളയിൽ ചിലർ അനുഭവിക്കുവാൻ പോകുക. ആമേൻ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സാഹചര്യം നോക്കി, സാഹചര്യം അനുകൂലമാകട്ടെ, എല്ലാം ശരിയാകട്ടെ എന്നിട്ട് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരല്ല എൻ്റെ ദൈവം. നീയായിരിക്കുന്ന കഴുക്കളാൽ ചുറ്റി വളയപ്പെട്ട ഹൃംസ ജന്തുക്കളാൽ അതേ വലയം ചെയ്യപ്പെട്ട നല്ലതൊന്നും കാണുവാനില്ലാത്ത ഏകാന്ത തീരത്ത് തന്നെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. അവന് നീ കൂട്ടുകാരെ തേടി പോകേണ്ട. ഓ സ്തോത്രം. ആമേൻ. അവന് പ്രവർത്തിക്കുവാൻ ഒരു കൂട്ടുകാരനെ നീ തേടി പോകേണ്ട, ഒരു കൂട്ടുകാരിയെ നീ തേടി പോകേണ്ട. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒരുമിച്ചായിരുന്നാട്ടെ ഇന്ന് ഈ വൈകിയവേളയിലും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരും. ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി ഈ വൈകിയ വേളയിലും സംഭവിക്കും. അല്പസമയം നാം ഒരുമിച്ചായിരിക്കുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ ഹൃദയം അത്രമാത്രം തകർന്നിരിക്കുന്നത് കൊണ്ട്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. എൻ്റെ വാക്കുകളല്ല, ആമേൻ. സ്തോത്രം. നിങ്ങളെ അല്ല കർത്താവ് നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് നോക്കുന്നു. നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ, തകർക്കപ്പെട്ട ഹൃദയത്തെ കുത്തി മുറിപ്പെടുത്തി ചോര വാർന്ന്, ഓ റാധിയ ഷഖാറതരെ ഷന്ധാരകന, ഓ സ്തോത്രം, അല്പ പ്രാണമായി തീർന്ന ഹൃദയങ്ങളെ കർത്താവ് കാണുന്നുണ്ട്. ആ ഹൃദയങ്ങളുടെ ഉടമകളുടെ അടുക്കലേക്ക് ഈ രാത്രി എൻ്റെ കർത്താവ് ഇറങ്ങി വരും. ആമേൻ. നീ കഴുകുകൾക്ക് ഇരയായി തീരാതിരിക്കുവാൻ. എന്തിന്? ഒരിക്കൽ കൂടി പറയട്ടെ, നീ ഹൃംസ ജന്തുക്കൾക്ക് ഇരയായി തീരാതിരിക്കുവാൻ. എന്തിന്? നീ ആ ഒറ്റപ്പെട്ട സ്ഥാനത്ത് നീ പേരില്ലാത്തവനായി, പേരില്ലാത്തവളായി, നിന്റെ ശത്രുവിന്റെ ഇഷ്ടം പോലെ നശിച്ചു പോകാതിരിക്കുവാൻ. ഞങ്ങളുടെ ഇഷ്ടത്തിന് നിന്നില്ലെങ്കിൽ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, ഞങ്ങൾ പറയുന്നത് പോലെ മുൻപോട്ട് പോയില്ലെങ്കിൽ നിന്റെ ഗതി ഇതാണെന്ന് ഒത്തിരി സ്തോത്രം അസ്ഥികൂടങ്ങൾ ചത്തുപോയവർ, നിനക്ക് മുമ്പേ ശത്രുവിനാൽ പിടിക്കപ്പെട്ടവർ, നിനക്ക് മുമ്പേ പാരമ്പര്യങ്ങളിൽ തകർന്നു പോയവർ, നിനക്ക് മുമ്പേ നശിച്ചു പോയവർ, നിനക്ക് മുമ്പേ ചിലരുടെ ഇഷ്ടങ്ങളുടെ പിന്നാലെ, ചിലരുടെ ഇഷ്ടങ്ങളെ തുടർന്ന് ഇല്ലാതായി തീർന്നവർ നിനക്ക് കാണിച്ചു തരുവാനുണ്ട്. എന്നാൽ അവരിൽ ഒരാളായി തീരുവാൻ, നശിച്ചു പോയവരുടെ കൂട്ടത്തിൽ ഒരാളായി തീരുവാൻ, നിന്റെ ശത്രുവിന്റെ ഇഷ്ടത്തിന് വളമായി തീർന്നവരിൽ ഒരാളായി തീരുവാൻ നിന്നെ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, അவ்விധത്തിൽ എൻ്റെ ദൈവം നിന്നെ ഇട്ടുകൊടുക്കത്തേ ഇല്ല. അല്പസമയത്ത് വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഒരു നിമിഷം കൂടെ തലകള വണക്കാം, പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, വിശ്വസ്ത ദൈവമേ, ഈ വൈകിയവേളയിൽ അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതിനകത്ത് കടന്നു വന്ന ആ സമയം മുതൽ കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന വലിയ ദൈവ സാന്നിധ്യം പട്ടണത്തെ ഇളക്കുന്ന, ദേശത്തെ ഇളക്കുന്ന, ദേശത്തിൽ ചില
ചില കുടുംബങ്ങളെ ചില പാരമ്പര്യത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന വലിയ ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന അപ്പ അടിസ്ഥാനങ്ങളെ ഇളക്കുവാൻ തക്കവണ്ണം അങ്ങ് പണിതെടുക്കുന്ന ആയുധങ്ങളാക്കി ഇന്ന് ഈ വൈകിയ വേളയിൽ ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് തീർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ തക്കവണ്ണം ഒരു പൗലോസിനെയും ശീലാസിനെയും എഴുന്നേൽപ്പിച്ചതുപോലെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കുവാൻ തക്കവണ്ണം ഇതിനകത്തു നിന്ന് പൗലോസുമാർ എഴുന്നേൽക്കട്ടെ, ഇതിനകത്തു നിന്ന് ശീലാസുമാർ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. പട്ടണങ്ങളെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ഇതിനകത്ത് നിന്ന് അക്കില്ലാവുമാർ, ഇതിനകത്ത് നിന്ന് പ്രിസ്കില്ലമാർ എഴുന്നേൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ ദേശത്തിലെ വ്യാപാരങ്ങളോട് വെല്ലുവിളിക്കുവാൻ തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ യേശുവിൻ നാമത്തിൽ തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന നിന്നെ ഇരുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ചില ഫേബമാർ യേശുവിൻ നാമത്തിൽ ചില ഫേബമാർ ദേശത്തിലെ കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളെ അടിയോടെ ഇളക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ ഒറ്റിരിക്കുന്ന ചില ഫേബമാരെ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ചില പൗലോസുമാർ എഴുന്നേൽക്കുക, ചില ശീലാസുമാർ യേശുവിൻ നാമത്തിൽ അക്കില്ലാവുമാർ എഴുന്നേൽക്കുക, പ്രിസ്കില്ലമാർ എഴുന്നേൽക്കുക. യേശുവിൻ നാമത്തിൽ ചില ഫേബമാർ എഴുന്നേൽക്കുക. പാരമ്പര്യം തലയ്ക്ക് പിടിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുവാൻ തക്കവണ്ണം ആ കുടുംബത്തിൽ മറിച്ച് അല്ലാതെ സ്തോത്രം ഇതുവരെ നടന്നു വന്നതല്ലാതെ മറിച്ചൊന്നും നടക്കത്തില്ല എന്ന് പറയുന്ന അതേ സ്ഥാനത്ത് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ, നിന്റെ കുടുംബത്തിൽ നീ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ മറിച്ചൊന്നും നടക്കത്തില്ല. ഇതുവരെ സംഭവിച്ചത് തന്നെ ആവർത്തിക്കും. ഇതുവരെ സംഭവിച്ചതുപോലെ നന്മയില്ലാതെ അലയേണ്ടി വരും. ഇതുവരെ സംഭവിച്ചതുപോലെ കലിങ്ങിലിരിക്കേണ്ടി വരും. ഇതുവരെ സംഭവിച്ചതുപോലെ തലമുറകളെ നന്നായി വളർത്തുവാൻ കഴിയാതെ തലകുനിയേണ്ടി വരും. ഇതുവരെ സംഭവിച്ചതുപോലെ കടം കയറി മുടിഞ്ഞായിരിക്കും. ഇതുവരെ സംഭവിച്ചതുപോലെ കല്ലിനും മണ്ണിലും ആശ്രയം വയ്ക്കേണ്ടി വരും. ഇതുവരെ സംഭവിച്ചതുപോലെ നല്ലതൊന്നും സംഭവിക്കാത്തൊരു കാലം തന്നെ ഇനിയും തുടരുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ദേശാന്തരീയ വ്യാപാരങ്ങളെ മുട്ടുമടക്കിപ്പിക്കുവാൻ തക്കവണ്ണം സ്തോത്രം ഭവനമൊരുക്കിയ ഫേവയെ പോലെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില ഫേവമാരെ ഇന്ന് ഈ വൈകിയ വേളയിൽ കർത്താവ് എഴുന്നേൽപ്പിക്കുക. ആമേൻ, സ്തോത്രം. പാരമ്പര്യത്തെ നീക്കി വെച്ചിട്ട് യേശുവിൻ നാമത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ചിലതിനെ നീക്കി വെച്ചിട്ട് ഈ പാരമ്പര്യം എനിക്ക് വേണ്ട എന്ന്, സ്തോത്രം, ആ കണ്ണുനീർ എനിക്ക് വേണ്ട എന്ന്, ആ കഷ്ടപ്പാട് എനിക്ക് വേണ്ട എന്ന്, കിട്ടുവാൻ മടിയുള്ളത് അത്രമാത്രം വില പിടിച്ചതെന്ന് പറഞ്ഞു നിൽക്കുന്നത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിനെ മുറുകെ പിടിക്കുന്ന ചില ഫേബമാർ പട്ടണത്തെ പിടിച്ചെടുക്കുന്ന ചില അക്കില്ലാവുമാർ, പട്ടണത്തെ പിടിച്ചെടുക്കുന്ന ചില പ്രിസ്കില്ലമാർ, ദേശത്തിൽ കൂടാരമടിച്ചിരിക്കുന്ന, ദേശത്തിൽ കാരാഗ്രഹം ഒരുക്കുന്ന അടിസ്ഥാനങ്ങളെ, പൈശാചിക മണ്ഡലങ്ങളുടെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന, അധികാരികളുടെ അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന ചില പൗലോസുമാർ യേശുവിൻ നാമത്തിൽ ചില പൗലോസുമാർ, സ്തുതിക്കുന്ന പൗലോസുമാർ, അധികാരമുള്ള പൗലോസുമാർ, സ്തോത്രം. ഇന്ന് പകലും ശക്തമായൊരു ദൈവ സാന്നിധ്യം ചിലരുടെ മേൽ പതിക്കുക. ചില കാരാഗ്രഹത്തിനകത്തുനിന്ന് സ്തുതി ഉയരുവാൻ യേശുവിൻ നാമത്തിൽ വിട്ടുകൊടുത്ത് ആരാധിക്ക്. ആ കാരാഗ്രഹത്തിന് ഇനി ആ നാട്ടിൽ സ്ഥാനമില്ല. ഇനി കാരാഗ്രഹത്തിന്റെ പേരിലല്ല, ഒത്തിരി പേരെ ഒടുക്കിക്കളഞ്ഞ കാരാഗ്രഹത്തിന്റെ പേരിലല്ല നിന്റെ ദേശം അറിയപ്പെടുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ നിന്റെ ദേശം ഇനി അറിയപ്പെടുവാൻ പോകുന്നത് കാരാഗ്രഹത്തിന്റെ പേരിലല്ല. കാരാഗ്രഹത്തെ പൊളിച്ച നിന്റെ ആമേൻ, ആ പിശാചിന്റെ പേരിൽ ഇനി അറിയപ്പെടത്തില്ല. തലമുറകളുടെ അവകാശം പറയുന്ന ആ പിശാചിന്റെ പേരിൽ ഇനി അറിയപ്പെടത്തില്ല. തലമുറകളെ രോഗിയാക്കുന്ന ആ പിശാചിന്റെ പേരിൽ ഇനി
യേശുവിൻ നാമത്തിൽ നിന്നെ ഒന്നുമില്ലാത്തതാക്കി തീർക്കുന്ന, നിന്നെ ഒന്നുമില്ലാത്തവനാക്കി തീർക്കുന്ന ആ പിശാചിന്റെ പേരിൽ ഇന്ന് ദേശം അറിയത്തില്ല. ആമേൻ. ദൈവസനിയിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ഓ സ്തോത്രം. ദൈവസനിയിൽ തീരുമാനമെടുക്ക്. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ ഇതിനകത്ത് സ്തുതിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ അടിസ്ഥാനങ്ങൾ ഇളക്കുവാൻ തക്കവണ്ണം അവന്റെ സാന്നിധ്യം ചലിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനത്തിന് മുൻപിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. അത്ഭുതകരമായ ദൈവ സാന്നിധ്യം, അത്ഭുതകരമായ വിടുതലുകൾക്ക് കാരണമായി മാറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ ആ വാക്യം ഞാൻ വായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഈ വാക്യം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ നൽകുകയുണ്ടായി. പരിശുദ്ധാത്മാവ് പുറപ്പെടുവിക്കും. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവ് പുറപ്പെടുവിക്കും. ഈ രാത്രിയിലും ഒരു ദൂതായി നിങ്ങൾക്കത് കൈമാറട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറപ്പെടുവിക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ലോകവും മനുഷ്യരും ഒതുക്കിക്കൂട്ടിയ സ്ഥാനത്ത് നിന്ന് ലോകവും മനുഷ്യരും പിശാചും ഒന്നു ചേർന്ന് നിങ്ങളെ ഒതുക്കിക്കൂട്ടിയ സ്ഥാനത്ത് നിന്ന് ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പുറപ്പെടുവിക്കും, നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ആമേൻ. നീ ഒതുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എവിടെ നിന്നെ ഒതുക്കി കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കിയോ, എവിടെ നിന്നെ തീർത്ത് കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കിയോ, എവിടെ നിന്നെ ഇല്ലാതാക്കി കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കിയോ, അവിടെ ആ സ്ഥാനത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുറപ്പെടുവിക്കും. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിനക്കൊരു പുറത്തു വരവുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നീ പുറത്തു വരത്തില്ല എന്ന്, നീ അവിടെ തീരുമെന്ന്, നീ ഇതോടെ തീരുമെന്ന്, നീ അവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് നിന്ന് നിനക്കൊരു പുറത്തു വരവുണ്ട്. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. തിരിച്ചറിയുന്നവർക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. നീ പെട്ടുപോയ ചില സ്ഥാനങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. നീ പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ യേശുവിൻ നാമത്തിൽ ഈ 3 പ്രദേശങ്ങളിൽ ആമേൻ യേശുവും അവന്റെ സുവിശേഷവും അവസാനിക്കുമെന്ന് പറഞ്ഞൊരു ഭരണകൂടം 3 ചെറിയ പ്രദേശങ്ങളിൽ കേവലം 180 കിലോമീറ്ററിനകത്ത് മാത്രം വിസ്താരം വരുന്ന 3 ചെറിയ സ്ഥലങ്ങളിൽ യേശുവും അവന്റെ സുവിശേഷവും അവസാനിക്കുമെന്ന് ഭരണകൂടം പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് യഹൂദ മതാനുസാരികൾ പറഞ്ഞു. എന്നാൽ കേൾക്കണമേ, അവിടെ നിന്ന് ലോകത്തിന്റെ അറ്റത്തോളം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്നെ ഒതുക്കിയ ആ സ്ഥാനത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരിക. ഓ റൈഥാന ശഖ. ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ റിസീവ് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടെ. യേശുവിൻ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം അവിടെ നിന്ന് ഒതുക്കി കൂട്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന് നിന്നെ ഒതുക്കി, ഞാൻ അവളെ ഒതുക്കി, അവന്റെ കുടുംബത്തെ ഒതുക്കി, അവനെ ഞാൻ ഒതുക്കി. ഓ യേശുവിൻ നാമത്തിൽ ശത്രു വെല്ലുവിളിക്കുന്നുണ്ട്. സഹോദര, ശത്രു വെല്ലുവിളിക്കുന്നുണ്ട്. നിന്നെ ഒതുക്കി. ഓ റാദിയ ശഖ. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഒതുക്കി. യേശുവിൻ നാമത്തിൽ സഹോദരി, ശത്രു വാദിച്ച് ചിരിക്കുന്നുണ്ട്. നിന്നെ ഒതുക്കി. ഞങ്ങളുടെ ഇഷ്ടം പോലെ, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിന്നെ ചില സ്ഥാനങ്ങളിൽ ഒതുക്കി. നല്ലത് പറയുവാനില്ലാത്തടത്ത് ഒതുക്കി, നല്ലത് കാണുവാനില്ലാത്തടത്ത് ഒതുക്കി, നല്ലത് പുറത്തു വരുവാനില്ലാത്തടത്ത് ഒതുക്കി. എന്നാൽ കേൾക്ക്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരിക നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. ഓ ഷീറാധാന ശഖ റദരേ ശന്ധാരകന. യേശുവിൻ നാമത്തിൽ നീ പുറത്തു വരിക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ഈ വൈകിയ വേള സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആർക്കും ലഭിക്കാത്തൊരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. പോക്കറ്റിലുള്ള പേഴ്സിന്റെ വലിപ്പത്തിനനുസരിച്ചല്ല, അക്കൗണ്ടിലുള്ള ബാലൻസിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. ഓ യെസ്
യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. പട്ടണങ്ങളെ പിടിക്കുവാൻ, കുടുംബങ്ങളെ നേടുവാൻ, ദേശത്തെ പിടിച്ചെടുക്കുവാൻ. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു പുറപ്പാടുണ്ട്. ഇനി വൈകുവേളയിൽ കൂടിയിരിക്കുമ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ ദിവസം 50 സ്തോത്രം. റോമൻ ഭരണകൂടം വിചാരിച്ചു ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ പറഞ്ഞത് തന്നെ സംഭവിച്ചു, ഞങ്ങൾ പറഞ്ഞതുപോലെ അവൻ കച്ചവടമില്ലാതെ കടപൂട്ടി പോകും. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, പൂട്ടി ഓടുവാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തേയില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ പകലിൽ ശബ്ദം കേട്ട് നീ ആയിരിക്കുന്നുണ്ടെങ്കിൽ പരാജിതനായി പൂട്ടി പോകുവാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തേയില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 50 ദിവസമായി മതാനുസാരികൾ പറഞ്ഞു, റോമൻ ഭരണകൂടം പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഈ 50 ദിവസം കൊണ്ട് എല്ലാം തീർന്നു. ഈ 49 ദിവസം കൊണ്ട് എല്ലാം തീർന്നു. എന്നാൽ 50ാമത്തെ ദിവസം കാത്തിരുന്ന ജനത്തിനുമേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എങ്കിൽ ഇന്ന് ഈ വൈകിയ വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നതുപോലെ അഗ്നിനാവുകളോടെ ഈ രാത്രി ഈ സ്തോത്രം ഓഡിറ്റോറിയത്തിനകത്ത് ഇറങ്ങി വരിക. ഏൽപ്പിച്ചു പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നീ കെട്ടപ്പെട്ടായിരിക്കുന്ന രോഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്ക്. നിന്റെ ആ രോഗത്തിന്റെ ബന്ധനത്തെ അഴിച്ച് യേശുവിൻ യേശുവിൻ നാമത്തിൽ ആ രോഗത്തിന്റെ ബന്ധനത്തെ അഴിച്ച് യേശുവിൻ നാമത്തിൽ രോഗമുഖാന്തരം മരിപ്പിക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വൈകിയ വേളയിൽ ഇറങ്ങി വരിക. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രിയിലും ആ രോഗത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, ആ നിരാശയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, ഇനി മരണം മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദരിയെ നിന്നെ പുറത്തു കൊണ്ടുവരും. യേശുവിൻ നാമത്തിൽ ആ മരണത്തിന്റെ അനുഭവത്തിൽ നിന്ന്, മരണം മാത്രമോ എന്ന് ചോദ്യം ചോദിക്കുന്ന അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വൈകിയ വേളയിൽ വെളിപ്പെട്ട് വ്യാപരിക്കുക. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നീ മാത്രമല്ല ഒപ്പമുള്ളവരും അനുഭവിക്കുവാൻ പോകുക. യെസ്, ആമേൻ. കടന്നു വന്നതുപോലെയല്ല. ഈ ഞായറാഴ്ച വൈകുന്നേരം ഞാൻ അങ്ങയുടെ സന്നിധിയിലായിരുന്നത് വന്നതുപോലെ മടങ്ങാനല്ല. ഞാൻ വന്നതുപോലെ മടങ്ങത്തില്ല. നീ എന്നെ വന്നതുപോലെ അയക്കത്തില്ല. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ പകരണമേ. സ്തോത്രം. പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, മർക്കോസിന്റെ മാളിക മുറിയിൽ പുറപ്പെടുവാൻ വെമ്പി നിന്നവർ, സുവിശേഷവുമായി പുറപ്പെടുവാൻ വെമ്പി നിന്നവർ, ഒതുക്കി കൂട്ടിയവരുടെ കെട്ടുപാടുകളെ പൊട്ടിച്ച് നിയമങ്ങളെ തകർത്ത് പുറത്തു വരുവാൻ വെമ്പൽ കൊണ്ടു നിന്നവർ, സ്തോത്രം. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആത്മപകർച്ച ഈ രാത്രി ചിലർ അനുഭവിക്കുക. യേശുവിൻ നാമത്തിൽ വർഷങ്ങളായി നീ പലരുടെയും ജീവിതത്തിൽ കാണുന്ന ഒരു ആത്മപകർച്ച, പലരുടെയും ജീവിതത്തിൽ കാണുന്ന ഒരു ദൈവ സാന്നിധ്യം വിട്ടുകൊടുക്ക്. ആമേൻ. യേശുവിൻ നാമത്തിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. യേശുവിൻ നാമത്തിൽ ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാൻ തക്കവണ്ണം ഒതുക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. അങ്ങ് പകരുന്ന കൃപയ്ക്കായി, അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. കാത്തിരിക്കുക ജനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ കാത്തിരിപ്പ് വൃഥാവായി തീരാതിരിക്കുവാൻ ഇറങ്ങി വന്നു. ഈ വൈകിയ വേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ കാത്തിരിപ്പ് വൃഥാവായി തീരാതിരിക്കുവാൻ നീ പ്രതീക്ഷിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവർ വന്നില്ലെങ്കിലും, നിന്റെ ചർച്ചക്കാർ വന്നില്ലെങ്കിലും, നാട്ടുകാർ വന്നില്ലെങ്കിലും, സഹായിക്കുമെന്ന് കരുതുന്നവർ വന്നില്ല എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. നിനക്കൊരു പുറപ്പാട് ഒരുക്കുവാൻ, നീ സ്തോത്രമായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പുറത്തു വരുവാൻ, നീ പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നോക്ക്, ആത്മാവ് പുറപ്പെടുവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം
ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പലർക്കും മനസ്സിലാകും വിധത്തിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു തുടങ്ങി. ഒന്നുകൂടെ പറയട്ടെ, പലർക്കും മനസ്സിലാകും വിധത്തിൽ, പലരും ചെവി തുറന്ന് കേൾക്കും വിധത്തിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു തുടങ്ങി. ആമേൻ. ചോദ്യം ഇതാണ്, നീ ആരാധിച്ചിട്ട് എന്ത് കിട്ടി? നീ ദൈവത്തിന്റെ പിന്നാലെ നടന്നിട്ട് എന്ത് കിട്ടി? നീ വിശ്വസിച്ചിട്ട് എന്ത് കിട്ടി? നീ ഇങ്ങനെയൊക്കെ ചാടി തുള്ളി നൃത്തം ചെയ്തിട്ട് എന്ത് കിട്ടി? ആമേൻ. ഹല്ലേലൂയ. ചോദ്യം ഉയരുന്നുണ്ട്. ആമേൻ. പക്ഷേ മറുപടിയൊന്നും അങ്ങോട്ട് പോകുന്നില്ല. ആമേൻ. സ്തോത്രം. മറുപടി വന്നാൽ തന്നെ അവർ കേൾക്കുവാൻ തയ്യാറാകുന്നില്ല. എന്നാൽ കേൾക്ക്, ചിലരുടെ കാതിനകത്തേക്ക് ആമേൻ ദൈവത്തിന്റെ വൻ കാര്യം നിന്റെ വായിൽ നിന്ന് പുറപ്പെടുവാൻ പോകുക. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ചിലരുടെ കാതിനകത്തേക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ച്, നിന്നെ നിന്ദിച്ച്, നിന്നെ അപമാനിച്ച്, നിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി കാതടച്ച ചില കാതുകൾക്കകത്തേക്ക് നിന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ, ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത വൻ നീ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ, നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ, ദൈവം നിന്നിലൂടെ ചെയ്യുവാൻ പോകുന്ന വൻ കാര്യങ്ങളെ, ദൈവം ദേശത്തിൽ ചെയ്യുവാൻ പോകുന്ന വൻ കാര്യങ്ങളെ, ദൈവം കുടുംബങ്ങൾക്കകത്ത് ചെയ്യുവാൻ പോകുന്ന വൻ കാര്യങ്ങളെ. ആമേൻ. സ്തോത്രം. എനിക്കറിയത്തില്ല, ഇന്ന് ഈ വൈകിയ വേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് തന്നെ പറയുവാൻ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. എന്തെങ്കിലും ചെറുത് പ്രാപിച്ചു പോകുവാനല്ല കർത്താവ് നിന്നെ കൊണ്ടുവന്നത്, നിന്നിലൂടെ അവന് വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. യേശുവിൻ നാമത്തിൽ നിന്നിലൂടെ അവന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നിന്നിലൂടെ അവന് വലിയ കാര്യങ്ങൾ. എന്തെങ്കിലും തരാനാണെങ്കിൽ അവൻ തന്ന് നേരത്തെ നിന്നെ വിട്ടേനെ. ആമേൻ. എന്തെങ്കിലും തരാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അവൻ തന്ന് വിട്ടേനെ. സ്തോത്രം. നീ കൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു വിട്ടേനെ. അവൻ ഇന്ന് വരെ നിന്നെ പറഞ്ഞു വിട്ടില്ല എങ്കിൽ, ഇന്ന് വരെ നിനക്ക് മറുപടി തന്നില്ലെങ്കിൽ, കേൾക്ക്, നിന്നെ കൊണ്ട് വൻ കാര്യങ്ങളെ എൻ്റെ ദൈവത്തിന് പറയിപ്പിക്കുവാനുണ്ട്. നിന്നെ കൊണ്ട് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പറയിപ്പിക്കുവാനുണ്ട്. നിന്റെ കുടുംബത്തോട്, നിന്റെ ദേശത്തോട്, നിന്റെ പ്രിയപ്പെട്ടവരോട്, ചാർച്ചക്കാരോട്. യേശുവിൻ നാമത്തിൽ വിളി കേട്ടിട്ട് ഇതൊക്കെ വിളിയാണോ എന്നറിയാതെ ഇരിക്കുന്ന സഹോദര, കേൾക്ക്. ആമേൻ. നിന്നെ കൊണ്ടവൻ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പറയിപ്പിക്കും. നിന്നെ കൊണ്ടവൻ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ആത്മാവ് പുറപ്പെടുവിക്കുവാനായി തുടങ്ങിയപ്പോൾ വചനം പറയുന്നു, പലർക്കും മനസ്സിലാകും വിധത്തിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുവാനായി തുടങ്ങി. ദൈവം ചെയ്യുവാൻ പോകുന്ന വൻ കാര്യങ്ങളെ പ്രവചിക്കുവാനായി തുടങ്ങി. ആമേൻ. സ്തോത്രം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുമെന്ന്, നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന്. ആമേൻ. സ്വന്തം ബുദ്ധിക്ക്, സ്വന്തം ഇഷ്ടത്തിന് തോന്നുമ്പടി പറയുന്നതല്ല, വൻ കാര്യം പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് പുറപ്പെടുപ്പിച്ചത് കൊണ്ട് വിളിച്ചു പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ചെറിയ കാര്യങ്ങൾ പറയുവാനല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറപ്പെടുവിച്ചത്. ചെറിയ കാര്യങ്ങൾ പറയുവാനും ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനും ലോകത്തിൽ ഒത്തിരി പേരുണ്ട്. എൻ്റെ ദൈവത്തിന് ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനില്ല, പട്ടണം കിടുങ്ങുന്ന വൻ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യുവാൻ. യേശുവിൻ നാമത്തിൽ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്ന, ദേശം വിടുവിക്കപ്പെടുന്ന, ഭാവി യെസ്. Hallelujah. Thank you Lord. നന്ദി കർത്താവേ. സ്തോത്രം. ആമേൻ. പുറപ്പെട്ട ജനം, അപ്പോസ്തല പ്രവൃത്തി 2:43 പറയുന്നു, എല്ലാവർക്കും അവരെ ഭയമായി. അതുവരെ ഭയപ്പെടുത്തിയ സാഹചര്യങ്ങൾ അവരെ കണ്ട് ഭയപ്പെടുവാനായി തുടങ്ങി. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഒന്നുകൂടി പറയട്ടെ, പത്മോസിൽ ദൈവം ഇറങ്ങി വന്നു. ആമേൻ. സ്തോത്രം. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ദൈവം യോഹന്നാൻ പ്രത്യക്ഷനായി. ആമേൻ. ദൂത് സഭകളിലേക്ക് പറന്നു. ആമേൻ. സ്തോത്രം. സഭ വളരുവാൻ തുടങ്ങി. സ്തോത്രം. ചക്രവർത്തിമാർ വീണ്ടും കൂട്ടം കൂടി. ആമേൻ. സ്തോത്രം. തീരുമാനമെടുക്കാനല്ല, പരസ്പരം പഴിചാരുവാൻ വേണ്ടിയായിരിക്കും. സ്തോത്രം. അവനെ അങ്ങോട്ട് അയക്കണ്ടായിരുന്നു, അവനെ അങ്ങോട്ട് വിടണ്ടായിരുന്നു. അങ്ങോട്ട് വിട്ടത് കഷ്ടമായി. അവൻ നിന്നെ അങ്ങനെ ഒതുക്കണ്ടായിരുന്നു, നിനക്ക് വിരോധമായി നിൽക്കണ്ടായിരുന്നു, നിന്നെ അങ്ങനെ അപമാനിക്കണ്ടായിരുന്നു, നിന്നെ അങ്ങനെ തകർക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കണ്ടായിരുന്നു. ചിലർ ഭയപ്പെടുവാൻ പോകുക. നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായ നിന്റെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി നന്ദി കർത്താവേ. നന്ദി യേശുവേ. ഹല്ലേലൂയ. നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായ
ആത്മീയമായ ചിലർ ഭയപ്പെടുവാൻ തക്കവണ്ണം, അത് മനുഷ്യരാകട്ടെ അത് പിശാചാകട്ടെ, അവർ ഭയപ്പെടുവാൻ തക്കവണ്ണം സഹോദരൻ നിന്റെ ജീവിതത്തിൽ ചെയ്തതിനെ കുറിച്ച് ഓർത്ത് ചിരിക്കുന്നവരുണ്ട് സന്തോഷത്തോടെ. ഞാൻ അവനെ തകർത്തു, ഞാൻ അവനെ പറ്റിച്ചു, അവർ നിന്റെ സ്തോത്രം സമ്പത്ത് കവർന്നു, നിന്റെ മനസ്സിനെ മുറിപ്പെടുത്തി, നിനക്ക് സ്വപ്നങ്ങൾ തന്നു, നിനക്ക് ആഗ്രഹങ്ങൾ തന്നു. അവർ ഭയപ്പെടുവാൻ പോകുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ചലിക്കുക യേശുവിൻ നാമത്തിൽ. അവർ ഭയപ്പെടുവാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ചലിക്കുന്ന കൃപയ്ക്കായി നിന്റെ നാവിന്മേലൊരു അധികാരമുണ്ട് സഹോദരി, നിന്റെ നാവിന്മേലൊരു അധികാരമുണ്ട്. നിന്റെ നാവിന്മേലുള്ള അധികാരത്തെ ബന്ധിച്ച യേശുവിൻ നാമത്തിൽ ബിലയാമിനെ പോലെ നിന്റെ നാവിനെ വില കൊടുത്ത ചില മണ്ഡലങ്ങൾ, വിലക്കെടുത്ത ചില മണ്ഡലങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ഉരിയാടക്കഴുത ഉരിയാടിയതുപോലെ പലവരും നീ തകർന്നു പോകാതെ നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതാ ഇന്ന് നീ കേട്ടുകൊണ്ടിരിക്കുക. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ നാവിന്മേലൊരു അധികാരമുണ്ട്. യേശുവിൻ നാമത്തിൽ നിന്റെ നാവിന്മേലൊരു അധികാരമുണ്ട്. നീ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ വിളിച്ചു പറയുവാനുള്ളവളാ. നീ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ വിളിച്ചു പറയുവാനുള്ളവളാ. പാരമ്പര്യത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നത് സ്തോത്രം ചിലത് കണ്ടിട്ട് മാറിപ്പോകുവാനല്ല, ചിലത് കേട്ടിട്ട് മാറി നിൽക്കുവാനല്ല, നീ വിളിച്ചു പറയുവാനുള്ളവളാ. നിന്റെ നാവ് കൊണ്ട് ദൈവത്തിന്റെ വൻകാര്യം യേശുവിൻ നാമത്തിൽ ചിലർ ഭയപ്പെടുവാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറപ്പെടുവിച്ചു. എല്ലാവർക്കും ഭയമായി. ആമേൻ, സ്തോത്രം. ഭയപ്പെടുന്ന സീസണ് അറുതി വരിക. ആമേൻ, സ്തോത്രം. ഈ വൈകിവേളയിലും ഇതിനകത്ത് കൂടിയിരിക്കുന്നുവെങ്കിൽ കേൾക്കണമേ, ഭയപ്പെടുത്തുന്ന സീസണ് എൻ്റെ ദൈവം അറുതി വരുത്തുക. ഇനി നീ ഭയപ്പെടുത്തും. ആമേൻ, ഹല്ലേലൂയ. ഇനി നീ ഈ സ്തോത്രം നീ ഭയപ്പെടത്തില്ല, നിന്നെ ഭയപ്പെടുത്തിയവരെ നീ ഭയപ്പെടുത്തും. ആമേൻ. ദേശത്തിലെ ശക്തന്മാർ ഭയപ്പെടും. ആമേൻ, ഹല്ലേലൂയ. ദേശത്തിലെ മന്ത്രവാദികൾ ഭയപ്പെടും. ദേശത്തിൽ വിചാരകന്മാർ ഭയപ്പെടും. ദേശത്തിൽ നിനക്ക് വിരോധമായി, കുടുംബങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവർ ഭയപ്പെടുവാനായി തുടങ്ങും. അതെ, നിന്നെ കണ്ട് നിന്റെ മുൻപിൽ ആത്മാവിനാൽ നിറയപ്പെട്ട ആത്മാവ് പുറപ്പെടുവിക്കുന്ന നിന്നെ കണ്ട് ഒരു പുറപ്പാടുണ്ട്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവരും. ഇന്നത്തെ അവസ്ഥ അവിടെ കാണത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ, സ്തോത്രം. ആ വാക്യം തന്നെ ആവർത്തിച്ചു പറയുന്നു. അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും, നിന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. നീ ഒരു അത്ഭുതമാകും യേശുവിൻ നാമത്തിൽ. സഹോദര ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക, സഹോദരി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക, മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളൊരു അത്ഭുതമാകും. ആമേൻ, ഹല്ലേലൂയ. ഇന്നലകളിൽ വിരോധമായി നിന്നവർക്ക് നിങ്ങളൊരു അത്ഭുതമാകും. സാഹചര്യങ്ങൾക്ക് നിങ്ങളൊരു അത്ഭുതമാകും. അവസ്ഥകൾക്ക് നിങ്ങളൊരു അത്ഭുതമാകും. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ആരും മൗനമായിരിക്കരുത്. ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ പുറപ്പെടുവിക്കപ്പെടുമ്പോൾ, ആത്മാവിനാൽ നീ നിറയപ്പെടുമ്പോൾ, യേശുവിൻ നാമത്തിൽ നീ ഒരു അത്ഭുതമായി മാറുവാൻ പോകുക. വൈദ്യശാസ്ത്രത്തിന് നീ ഒരു അത്ഭുതമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. വൈദ്യശാസ്ത്രത്തിന് നീ ഒരു അത്ഭുതമായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരിക. നിന്നെ ഒതുക്കിയവർക്ക്, നിന്നെ ചതിച്ചവർക്ക്, നിന്നെ പറ്റിച്ചവർക്ക്, നിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയവർക്ക് ഒരത്ഭുതമായി മാറുവാൻ തക്കവണ്ണം ഈ വൈകിയവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരിക. ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ആരും മൗനമായിരിക്കരുത്. ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സർവശക്തനായ ദൈവത്തെ ഒരുമിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ആരും മൗനമായിരിക്കരുത്. സ്തോത്രം. പകരപ്പെടുന്ന
ആത്മസാന്നിധ്യം, എന്നെ നടത്തുന്ന ആത്മസാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ആമേൻ. ചിലരെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം റാധിയ ശഖ റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോർഗന ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷകൾ വായകളെ തുറന്ന് ഓ റാധിയ റധന ശഖ റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോർഗന ആത്മാവിന്റെ വലിയ സാന്നിധ്യം തിരിച്ചറിയുന്നവർ നാന്ദി യേശുവേ, നാന്ദി രാജാവേ. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ വൈകിയവേളയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പകരപ്പെടുന്ന വലിയ ആത്മസാന്നിധ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, യേശുവിൻ നാമത്തിൽ റാധാന ശഖ റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോർഗന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി രാജാവേ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഊരി ധാര ശഖാര ത്രേഷന്ധൂർഗന യേശുവിൻ നാമത്തിൽ. ഊരി ധാന ശഖാര ത്രേഷന്ധൂർഗന യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ റാധിയ ശഖ റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോർഗന യേശുവിൻ നാമത്തിൽ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ തട്ടി നല്ല കർത്താവിനെ സ്തുതിച്ചാട്ട്. താങ്ക് യു ലോർഡ്. കൈവിടാത്തൊരൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. റാധാരക്ഷാധു വീണാലും ഏകനല്ല, എരിതിയിൽ വീണാലും ഇവിടെ ഞാൻ ഏകനല്ല. കരങ്ങളെ തട്ടി അന്യഭാഷകള് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. ഈ വൈകിയ വേളയിലും ആത്മാവിന്റെ വലിയ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ദശാധൂരി ഖശന്ധാരകന ഹുഡബാറിന്റെ ബൗഡ ദശന്ധാരകന ധീവര ബൗഡവരം ബശാധൂരി ശന്ധാരകന ധീവൽ ബൗഡ ശാധൂരി ഖശന്ധാ രാധശാധൂരി ഖശന്ധാരകന ധീവര ബൗഡവരം ബശാധാരത്ത ശന്ധാര. ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് വൈകിയ വേളയിൽ ദൈവത്തിനാത്മാവിന്റെ വലിയ സാന്നിധ്യം ഓ രീതാരാധാര ശാഖാരാധന യേശുവിൻ നാമത്തിൽ ആത്മസാന്നിധ്യം തിരിച്ചറിയുന്നവർ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങനെ സാന്നിധ്യത്തിനായി കരങ്ങളെ തട്ടി ഹല്ലേലൂയ. ഓ ചേർന്ന് പാടിയാട്ടെ. അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, അറിയുന്നു ഞാൻ. ആമേൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. കരങ്ങളെ തട്ടി അറിയുന്നു ഞാൻ. അറിയുന്നു ഞാൻ ദൈവമേനിക്ക് അനുകൂലം. ശന്ധാരകനാധീപരമൗഢപരം ബഷാധു ശന്ധാരകനാധീപരമൗഢപരം ബഷാധൂരി ശന്ധാരക ദീപൽ ബൗഢ ശന്ധാരകന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആധാരക്ഷാതു എന്റെ ദൈവം അനുവദിച്ചാൽ
പരിഹാരമേനിക്കാൻ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രാർത്ഥിയ ശകാരതരെ ശന്താർഗന യേശുവിൻ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പനങ്ങ് പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി അഭിഷേകത്തോടെ അധികാരത്തോടെ യേശുവിൻ നാമത്തിൽ അതിശക്തി പകരട്ടെ, ആത്മസാന്നിധ്യം പകരട്ടെ. ഉള്ളക്കാൽ മുതൽ ഉച്ചത്താൽ വരെ ഓ റാധാന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആത്മസാന്നിധ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവ് അങ്ങയുടെ വലിയ സാന്നിധ്യം ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവസാന്നിധ്യം ചലിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ ഓ റാദിയ ശകാരതന പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളും യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു. യേശുവിൻ നാമത്തിൽ. താങ്ക് യേശുവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, പ്രിയ മകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ പാരമ്പര്യത്തിന്റെ കെട്ട് യേശുവിൻ നാമത്തിൽ ആ കെട്ടുപൊട്ടണേ, ആ പാരമ്പര്യത്തിന്റെ കെട്ടുപൊട്ടണേ. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ ഇതിനെ രോഗിയാക്കിയ, ഇതിനെ ഒന്നിനും കൊള്ളാത്തവളാക്കി തീർത്ത ആ വീട്ടിനകത്ത് ഒതുക്കിക്കൊട്ടുമെന്ന്, മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാൻ തക്കവണ്ണം ഇതിനെ വീട്ടിനകത്ത് ഒതുക്കിക്കൊട്ടുമെന്ന് 2 വർഷമായി നിന്നോട് കൂടെ കൂടിയ ഒരു ഇരുട്ട് പോലെ, ഒരു നിഴൽ പോലെ കണ്ടു ഭയപ്പെടുവാൻ തക്കവണ്ണം വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം യേശുവിൻ നാമത്തിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. ആ പൈശാചിക മണ്ഡലം അഴിയുക. യേശുവിൻ നാമത്തിൽ. 2 വർഷമായി നിന്നെ കൊണ്ട് നടക്കുന്നു, 2 വർഷമായി നിന്നോട് കൂടെ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ ആ കെട്ടുപൊട്ടുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ, ആ കെട്ടുപൊട്ടുന്ന കൃപയ്ക്കായി താങ്ക് യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ വലിയ ദൈവ സാന്നിധ്യം പുറത്തു പോട്ടെ. യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ അബന്ധനം അഴിയുന്ന കൃപയ്ക്കായി പ്രിയ മകളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആ പാരമ്പര്യത്തിന്റെ കെട്ടുപൊട്ടട്ടെ. യേശുവിൻ നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ. ആ കെട്ടുപൊട്ടുന്ന അവകാശം പറയുന്ന ചില മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ കൊത്തിപ്പറിക്കുവാൻ തക്കവണ്ണം കഴുകിൻ കൂട്ടങ്ങളെ പോലെ വട്ടമിടുന്ന ചില മണ്ഡലം യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ കർത്താവിന് ആവശ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ നിന്റെ കർത്താവിന് ആവശ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ എവിടെ എത്തും, എന്തായി തീരുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്തും. യേശുവേ എന്ന് വിളിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിൻ നാമത്തിൽ. യേശുവേ, ഈ മകളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇവിടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പാരമ്പര്യ പോരുകളും, എല്ലാ അവകാശവാദങ്ങളും യേശുവേ എന്ന് വിളിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിൻ നാമത്തിൽ. പ്രിയ മകളെ രക്തത്താൽ വചനത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു.
അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, പ്രിയ മകൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് രോഗമെന്നറിയാത്ത വിധത്തിൽ ഇതിനെ രോഗിയാക്കി, പലർക്കും പറഞ്ഞു ചിരിക്കുവാൻ ഒരു കാരണമാക്കി. ഓ റാദിയാഷ പലരുടെയും ആ കെട്ടുപൊട്ടുകയാണ് യേശുവിൻ നാമത്തിൽ. നീ കർത്താവിന്റെ ശബ്ദം കേട്ടവനാ, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവനാ, നീ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടവനാ. ഏൽപ്പിച്ചു കൊടുക്ക്. എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്ക്. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ യേശുവിൻ നാമത്തിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് പുറത്തു കൊണ്ടുവരിക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അപ്പ പ്രിയ മകനെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ കർത്താവേ. വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരം അഴിയട്ടെ, ആ രോഗത്തിന്റെ മണ്ഡലം അഴിയട്ടെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. ആ രോഗത്തിന്റെ മണ്ഡലം അഴിയട്ടെ, ആ രോഗാത്മാവ് വിട്ടുമാറട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക സഹോദര. ആ രോഗമണ്ഡലം അഴിയുക യേശുവിൻ. ആ പൈശാചിക മണ്ഡലം നിന്നെ നിന്ദിതരാക്കി തീർക്കുന്ന, ഒന്നിനും കൊള്ളാത്തവനായി പലരുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്ന പൈശാചിക മണ്ഡലം അഴിയുക. നിനക്കൊരു പുറത്തുപോക്കുണ്ട്, നിനക്കൊരു പുറത്തുപോ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ അങ്ങയുടെ വലിയ സാന്നിധ്യം ചലിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ വൈകിയ വേളയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ സ്തോത്രം കർത്താവേ. അങ്ങയുടെ നാമമഹത്വത്തിനായി ഈ നല്ല വൈകിയ വേള അങ്ങ് പ്രയോജനപ്പെടുത്തിയാട്ടെ. ഈ രാത്രിയിലും അസാധ്യങ്ങൾ സാധ്യമായി തീരട്ടെ കർത്താവേ. ബന്ധനമഴി ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവർ ആ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വിടുതൽ ഏറ്റെടുത്ത് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അങ്ങയുടെ നാമമഹത്വത്തിനായി ഈ നല്ല സമയത്തെ അങ്ങ് പ്രയോജനപ്പെടുത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ശക്തമായി ഇവരോട് കൂടിയിരിക്കണമേ കർത്താവേ. കുടുംബങ്ങൾക്കകത്ത്, ദേശത്തിൽ കർത്താവെ ഇവരെ ഒതുക്കിക്കൂട്ടിയ പൈശാചിക പോരുകൾ, മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ കർത്താവേ. ദേശത്തിന് മധ്യത്തിൽ ഇവർ അങ്ങയുടെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നവരായി മാറട്ടെ. അപ്പനങ്ങ് കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. ഞങ്ങൾക്കൊപ്പം കടന്നു വന്നായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. കൊയർ ടീമിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. കീബോർഡ് വായിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ജിത്തുവിനെ ബ്ലസ് ചെയ്യേ. ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിജു ബ്രദർ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. രാമരിക്ക ശശി ബ്രദറിനായി സ്തുതിക്കുന്നു കർത്താവേ. ബേബി ആന്റി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബിന്ദു സിസ്റ്റർ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. അമ്പിളി സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഷെർലി സിസ്റ്ററെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവേ. ഇത് അത്ഭുതത്തിന്റെ ദിവസമാക്കി അങ്ങ് മാറ്റിയ കൃപയ്ക്കായി, ആത്മാവ് വരെ പുറപ്പെടുവിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് താമസമെങ്കിൽ നാം ഇനി ഒരുമിച്ചായിരിക്കുന്നത് വരെ എന്നും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ വേഗം വരണമേ. ആമേൻ. സ്തോത്രം. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.